നടക്കാൻ. എന്താ എന്താ ഇവിടെ? അറിഞ്ഞില്ലേ വിശേഷം? കണ്ണു നിറയെ കണ്ടോ നിന്റെ മകനെ? ഇനി കാണണമെങ്കിൽ ജയിലിൽ ചെന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് സൽപുത്രനെ നല്ലോണം കണ്ട് മനസ്സ് നിറച്ചോ. ഈ തല്ല് പണ്ടേ നിനക്ക് തന്നിരുന്നെങ്കിൽ ഇങ്ങനെ വഷളായി പോകത്തില്ലായിരുന്നു നീ. പക്ഷേ ഒത്തിരി സ്നേഹിച്ചു പോയതുകൊണ്ട് നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ എനിക്കൊരിക്കലും കഴിഞ്ഞില്ല. മുഖം കറുത്ത് സംസാരിക്കാനും തല്ലേണ്ട സമയത്ത് മക്കളെ തല്ലണമെന്നുള്ള പാഠം ഇപ്പോഴേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. കൊണ്ടുപോയിക്കോ. ഇവനെതിരെ സാക്ഷി പറയാൻ സാക്ഷിപ്പട്ടികയിൽ എൻ്റെ പേര് കൂടി ചേർത്തോളൂ. 1ാം സ്ഥാനത്ത് തന്നെ. വേണ്ട. എന്താ ഇതിനെ കൊണ്ടുപോണ്ടെന്ന് പറ ചേച്ചി. കേസ് എടുക്കരുത് പ്ലീസ്. നീ ഇതിൽ ഇടപെടേണ്ട. മുമ്പ് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതിയാ മതി. സ്വപ്നമല്ല അപ്പൂപ്പ, അങ്ങനെ കരുതാൻ ഇനി എനിക്ക് പറ്റില്ല. എന്താ പറ്റാത്തെ? താലികെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ. വെറുതെ അപ്പൂപ്പനെ ദേഷ്യം പിടിപ്പിക്കാതെ അകത്ത് കയറിപ്പോ. ഇത് തെറ്റ് ചെയ്ത് നീ ആയാലും ശിക്ഷിക്കണമെന്ന് അപ്പൂപ്പൻ പറയൂ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട് അപ്പൂപ്പ. എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവരുത്. ചേച്ചി, ഈ കേസ് വേണ്ട ചേച്ചി. നിതിനെ രക്ഷിക്കണം. ഞാൻ എന്താ വേണ്ടത്? മമ്മിക്ക് പരാതിയൊന്നും ഇല്ലാത്ത കേസാ. വേണമെങ്കിൽ വെറുതെ വിടാം. ഇവളുടെ കരച്ചിൽ കണ്ടില്ലേ മോളെ? നീ നീതി ജയിക്കണോ സ്നേഹം ജയിക്കണോ എന്ന് എനിക്കറിയത്തില്ല. നിനക്ക് തന്നെ തീരുമാനിക്കാം. സ്നേഹം ജയിക്കട്ടെ അപ്പൂപ്പ. ലീവ് ഹിം. നിങ്ങൾ തിരിച്ചു വയ്ക്കൂ. സാർ, സെലീന വന്നു കയറുമ്പോ കൊച്ചമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്ന കണ്ടു. ഏതാണ്ട് വലിയ വിഷമമുള്ളതുപോലെ. എന്തുവാ? അതെനിക്കറിയത്തില്ല സാറേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിന്റെ മുഖത്തൊരു സന്തോഷമില്ല, അതുകൊണ്ട് നോക്കിയതാ. നേരിട്ടിലാകെ പ്രശ്നമാ ബോബൻ. പിന്നെങ്ങനെ മുഖത്തൊരു സന്തോഷം വരുന്നേ? സോഫി ആന്റിയെ കൊല്ലാൻ നോക്കിയത് നിതിൻ തന്നെയാണോ? അതെ, പക്ഷേ അറസ്റ്റ് നടന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നിതിൻ മൃദുലോട് ചെയ്ത ചതിയെപ്പറ്റി. നൗ ഷീ ഈസ് പ്രഗ്നന്റ്. അവൾ കരഞ്ഞുകൊണ്ട് എൻ്റെ കാല് പിടിച്ചു, നിതിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ്. പിന്നെ എന്ത് ചെയ്യാൻ? പോലീസുകാരൻ ഞാൻ തിരിച്ചയച്ചു. സോഫി ആന്റി എന്നാ പറയുന്നേ? മമ്മി ആദ്യമേ നിതിനെ രക്ഷിക്കാനുള്ള നിലപാടാണ് എടുത്തേ. പക്ഷേ എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. നിതിൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഒളിച്ചിരിപ്പുണ്ട്. അവൻ കാരണം മൃദുലയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് തന്നെയാ ഇപ്പോഴും എൻ്റെ വിശ്വാസം. അല്ല, അമ്മച്ചി പെട്ടെന്നിങ്ങനെ മുറിയിലടച്ചിരുന്ന് ധ്യാനിക്കാൻ എന്താ കാര്യം? ബോബനോട് വല്ലതും പറഞ്ഞോ? അത് പ്രശ്നം പഴയത് തന്നെയാ. നമുക്കൊരു കുഞ്ഞു ഉടനെ ജനിക്കണം, അതാ അമ്മച്ചിയുടെ ആവശ്യം. അതിനുള്ള സമരമുറയാ മുറിയിൽ അടച്ചിരുന്ന് ധ്യാനിക്കല്.
ഞാൻ എന്നാ പറയാനാ? ധ്യാനിക്കട്ടെ. ധ്യാനം കൊണ്ട് നമുക്ക് കുഞ്ഞുണ്ടാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ബോബൻ എന്നെ കളിയാക്കിയതല്ലേ? പക്ഷേ ഈ കാര്യത്തിൽ എന്റെ കണ്ടെത്തൽ വേറൊന്നാ. ബോബന്റെ അപ്പച്ചൻ തടവ് ചാടിയതിന്റെ മനോവിഷമം തീർക്കാനാ അമ്മച്ചി ഏകാന്ത ധ്യാനം തുടങ്ങിയതെന്നാ എനിക്ക് തോന്നുന്നേ. അല്ലാതെ ഭർത്താവ് തടവ് ചാടിയതിന്റെ പിറ്റേന്ന് തന്നെ അമ്മച്ചിക്ക് എങ്ങനെ പേരക്കുട്ടി വേണമെന്നുള്ള ആശ ഉദിച്ചത്? അതിലൊരു യുക്തിയില്ലായ്മയുണ്ട് ബോബൻ. ഓ, നിന്റെ പോലീസ് ബുദ്ധി എങ്ങനെ ചാടിയാലും വന്നു വീഴുന്നത് കള്ളന്റെ മേൽ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൽ അമ്മച്ചിക്ക് വിഷമമൊന്നുമില്ലെന്നാണോ നീ കരുതുന്നേ? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നോക്ക് സെലീന, സകല സങ്കടങ്ങളും മനസ്സിലൊതുക്കി ജീവിക്കുന്ന ആളാ എൻ്റെ അമ്മച്ചി. പണ്ട് തൊട്ടേ അതാ ശീലം. ആരോടും ഒന്നും എതിർത്ത് പറയത്തില്ല. പറയാൻ പേടിയാ അമ്മച്ചിക്ക്. ഇപ്പോ ഒരു പേരക്കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം അമ്മച്ചി ഇങ്ങനെ അങ്ങ് ഒതുക്കാനാ ശ്രമിക്കുന്നേ. സ്വയം ഒറ്റപ്പെട്ട് കർത്താവിനെ ധ്യാനിച്ച് അങ്ങനെ അങ്ങ് കഴിയാൻ. ആ അവസ്ഥയ്ക്ക് ഞാനും നീയും തന്നെ കാരണക്കാരൻ. അയ്യോ, എന്റെ ചായ എന്നതായി കാട്ടിയേ? പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ? വയറ് നിറഞ്ഞ ഇതിന്റെ ഒരു ശീലമാ അന്നാമേ. പഴയ ശീലങ്ങൾക്കൊത്ത് ഇനി കഴിയാൻ ഒക്കു ഇച്ചായ. സെലീനയ്ക്ക് എന്നതേലും സംശയം തോന്നിയ പിന്നെ ഇച്ചായന്റെ താമസം ജയിലിനകത്താവും. അതല്ലേ മിണ്ടാതെ അനങ്ങാതെയും ഇതിനകത്ത് കഴിയണോന്ന് ഞാൻ പറയുന്നേ. അപ്പോ സെലീനയ്ക്ക് ഇപ്പോഴും എന്നോട് വിരോധം വന്നു? അവൾ എന്നെ ജയിലിൽ പിടിച്ചിടുവോ അന്നാമേ? എന്റെ മരുമോളല്ലേ സെലീന? അതൊക്കെ നേര് തന്നെ. പക്ഷേങ്കി അവള് പോലീസ് ഓഫീസർ അല്ലേ? ഇച്ചായനെ കണ്ടുപിടിക്കാൻ സർക്കാർ ഏർപ്പാടാക്കിയത് അവളെ തന്നെയാ. ഈ സർക്കാർ എന്നാ വിവരക്കേടാ കാണിക്കുന്നേ? സർക്കാരിന് ബുദ്ധി കുറവാ അല്ലയോടി? അതൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇച്ചായൻ അതിബുദ്ധി കാട്ടാതിരുന്നാ മതി. ഓരോ നിമിഷവും തീ തിന്നുകൊണ്ടാ ഞാൻ ഇതിനകത്ത് കഴിയുന്നത്. അതെന്നെ ഇച്ചായൻ മനസ്സിലാക്കാത്തെ? സെമിത്തേരിയിലോട്ട് എടുക്കണവരെ എന്റെ ജീവിതം ഇങ്ങനൊക്കെ തന്നെയായിരിക്കും. ഒരു കാലത്തും മനസ്സമാധാനം കിട്ടാത്ത ഒരു ജീവിതമായി പോയി എന്റേത്. കരയാണ്ടാടി അന്നാമേ, ഞാൻ ഇനി ഒരിക്കലും നിന്നെ സങ്കടപ്പെടുത്തുകയല്ല. അമ്മച്ചി, അമ്മച്ചി, എഴുന്നേക്ക്. വാതിൽ തുറക്കമ്മച്ചി. മിണ്ടരുത്. അമ്മച്ചി, എന്നാ മോളെ? എന്തുവാ ഇതൊക്കെയെന്ന് അമ്മച്ചി തന്നെ പറ. ആകെ 3 പേരേ ഉള്ളൂ ഈ വലിയ വീട്ടിൽ. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചിരുന്നാൽ എങ്ങനാ? കുഞ്ഞുങ്ങൾ ഉണ്ടാവണ്ട എന്ന് ഞാനോ ബോബനോ തീരുമാനിച്ചിട്ടില്ല. അതിനുവേണ്ടി അമ്മച്ചി സമരം ചെയ്യാൻ വേണ്ട. ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ അമ്മച്ചി പ്രാർത്ഥിക്കൂ. അല്ലാതെ മുറി അടച്ചിരുന്ന് സമരം ചെയ്തിട്ട് എന്താ കാര്യം? ഇതിപ്പോ സമരമൊന്നും അല്ല മോളെ. ഓരോന്നിനും ഓരോ കാലം നിശ്ചയിച്ചിട്ടില്ലയോ? ഒരു കൊച്ചു പിറക്കേണ്ട കാലം കഴിഞ്ഞോണ്ടിരിക്കുക. അതിന് നീ പറഞ്ഞ കൂട്ട് പ്രാർത്ഥന തന്നെയാ നല്ലത്. അമ്മച്ചി അതാ ഈ മുറിയിരുന്ന് ചെയ്യുന്നേ. അതിനിങ്ങനെ അടച്ചു പൂട്ടിയിരുന്ന് കഴിയണോ അമ്മച്ചി? ഇനി ഇങ്ങനെയൊക്കെ മതി മോളെ. ധ്യാനമായിട്ടിരിക്കുമ്പോൾ മനസ്സിന് നല്ല സുഖമുണ്ട്. പക്ഷേ എനിക്കും ബോബനും ഇതത്ര സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നുന്നില്ല. ഇത് ബോബന്റെ അപ്പച്ചന്റെ വാച്ചല്ലേ? അതെ മോളെ. ഇതെങ്ങനെ ഇവിടെ വന്നേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ജയിലിലോട്ട് പോയപ്പോ വാച്ച് എടുക്കാണ്ടാ പോയേ. ഇല്ല അമ്മച്ചി, മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട ദിവസം അപ്പച്ചന്റെ കൈ വാച്ച് ഉണ്ടായിരുന്നെന്നാ എന്റെ ഓർമ്മ.
അതെങ്ങനെയാ മോളെ? ദിവസം ഇത് തലയണക്കടി വെച്ചാ ഞാൻ ഉറങ്ങുന്നേ. അതിന്റെ ചെറിയ ശബ്ദം ചെവിക്കകത്ത് വന്ന് അടിക്കുമ്പോ ഇച്ചായനടുത്തുള്ള മട്ടിൽ ഒരു സമാധാനം എനിക്ക്. പക്ഷേ ഞാൻ അന്ന് ഐജിക്ക് എന്നോടെന്തോ വിരോധമുണ്ടമ്മച്ചി. അതുകൊണ്ടാ അപ്പച്ചനെ പിടിക്കാനുള്ള മിഷൻ എന്നെ തന്നെ ഏൽപ്പിച്ച്. അഥവാ അപ്പച്ചനെ കണ്ടുകിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ എന്നെ സസ്പെൻഡ് ചെയ്യാൻ ഗവൺമെന്റിന് എഴുതാലോ. പക്ഷേ അതിനു മുമ്പ് ലോങ് ലീവ് എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ജോലിയുടെ ടെൻഷൻ അത്രയ്ക്കുണ്ട്. അത് നേരാ മോളെ. അനന്തന്റെ സകല സ്വത്തുക്കൾക്കും നീ മാത്രമല്ലേ അവകാശി. ഇവിടുത്തെ സ്വത്തുക്കൾക്കും അവകാശി നീയും നിന്റെ കുഞ്ഞുങ്ങളും തന്നെ. പിന്നെ നിനക്കെന്നാത്തിനാ ഒരു സർക്കാർ ജോലി? ലീവ് എടുക്കുകയല്ല, രാജിവെക്കുക വേണ്ടത്. അതൊക്കെ പതുക്കെ ആലോചിക്കാൻ വെച്ചി. പക്ഷേ ലീവ് എടുക്കും മുമ്പ് ബോബന്റെ അപ്പച്ചൻ എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്തണം. ജീവിച്ചിരിക്കുന്നു എന്ന് പോലും നിശ്ചയമില്ല. മോള് ചെല്ല്, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. കേരളം മുഴുവൻ പോലീസ് അപ്പച്ചന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. അധികകാലം മറിഞ്ഞിരിക്കാൻ അപ്പച്ചന് പറ്റത്തില്ല അമ്മച്ചി. അമ്മച്ചിക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അപ്പച്ചൻ വലിയൊരു ക്രിമിനലായി മാറിക്കഴിഞ്ഞു. എങ്ങനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അത് തന്നെ അപ്പച്ചന് നല്ലത്. പുറത്തൊറ്റയ്ക്ക് നടന്നാ ഇനിയും കൂടുതൽ കുഴപ്പമുണ്ടാവും. മാനസിക രോഗിയായ ഒരു ക്രിമിനൽ ചിലപ്പോ മക്കളെയോ സ്വന്തം ഭാര്യയോ പോലും കൊല്ലാൻ മടിക്കില്ല. അപ്പച്ചനെ എങ്ങനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. വൃത്തികെട്ടവനെ, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടാ നീ. എവിടെയെങ്കിലും പോയി തൊലയേ. ഞാൻ പൊയ്ക്കോളാം, പക്ഷെ പോയി തുലയാനൊന്നും ഞാൻ തയ്യാറല്ല. എങ്കിൽ പോടാ. കുടുംബം നശിപ്പിക്കാൻ പറഞ്ഞ അസുരവിത്താ നീ. എല്ലാരെയും കൊല്ലുന്ന വിഷം. ഏട്ടാ, എന്തൊക്കെയാ ഈ പറയുന്നത്? അവനോ തെറ്റ് പറ്റിയെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയണോ? തെറ്റുപറ്റിയാണെന്ന് ഞാൻ സമ്മതിച്ചില്ലല്ലോ. മീതുവിനെ എനിക്ക് കല്യാണം കഴിച്ചിട്ട് എല്ലാവരും കൂടി സമ്മതിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ലേ അവന്റെ പറച്ചില്? വൃത്തികെട്ട മനസ്സും കൊണ്ട് നടക്കുന്ന ഇവൻ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. ഏട്ടാ, വേണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ എന്റെ മോളെ വെട്ടിനുറുക്കി കടലിലേക്ക് എറിയാനും പറ്റില്ലല്ലോ. ഇവനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് അവള് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഏട്ടനായിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? എത്രയും പെട്ടെന്ന് കല്യാണം നമുക്കങ്ങ് നടത്താം. വേണ്ട, പാവം കുട്ടി അവള്. ഇവനെ പോലൊരു രാക്ഷസന്റെ കൈ പെട്ടാ പിന്നെ അവൾക്കൊരു ജീവിതം ഉണ്ടാവത്തില്ല. ഇഞ്ചിഞ്ചായി മരിക്കും അവള്. വേണ്ട പാർവതി, ഞാൻ സമ്മതിക്കില്ല ഈ കല്യാണത്തിന്. ചതിച്ചുണ്ടാക്കിയൊരു കുഞ്ഞ് നിന്റെ മോളുടെ വയറ്റിൽ വളരണ്ട. അത് മീതുവല്ലേ ഡാഡി തീരുമാനിക്കണ്ടേ? മിണ്ടിപ്പോരുത് നീ. എന്റെ കൈകൊണ്ട് മരിക്കണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോ. എന്റെ മോൾക്ക് സമ്മതാണെന്ന് പറഞ്ഞിട്ടും ഏട്ടൻ എന്തിനാ ഇങ്ങനെ? അവൾ എന്തുകൊണ്ടാ സമ്മതിച്ചേ? ഈ കാർക്കോടന് ഇഷ്ടമായിട്ടോ? അല്ലല്ലോ. അവളുടെ നിസ്സഹായത കാരണം ഇനിയൊരു ജീവിതം വേറെ കിട്ടത്തില്ലെന്ന് പേടികൊണ്ട്. ആ പേടി സത്യമല്ലേ ഏട്ടാ? നീ ഒരു ഡോക്ടറല്ലേ? എന്ത് വേണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കണോ? ഇവന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവളെ രക്ഷിക്കണം പാർവതി. ഇവൻ മനുഷ്യനൊന്നുമല്ല. അമ്മയുടെ സ്ഥാനത്ത് നിർത്തേണ്ട സോഫിയെ നിസാര വഴക്കിന്റെ പേരിൽ കൊല്ലാൻ ശ്രമിച്ചില്ലേ ഇവൻ? അർദ്ധരാത്രി സെലീന അങ്ങോട്ട് നിന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ പിറ്റേന്ന് കാലത്ത് സോഫിയുടെ മരവിച്ച ശരീരമായിരുന്നില്ലേ നമ്മൾ കാണേണ്ടിയിരുന്നത്? അതേ ക്രൂരത മൃദുലമോളോട് ഭാവിയിൽ ഇവൻ കാണിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഈ ഒരു അവസ്ഥയിൽ അവനൊന്ന് ചിന്തിക്കണ്ട ഏട്ടാ. എന്തായാലും ശരി, ഇനി ഈ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. അവൾ എന്റെ കൂടെ ഇറങ്ങി വന്നാലോ? പുലരിമ തുടങ്ങിയതല്ലേ കരിമ? ഇങ്ങനെ തടി വാട്ടിയാലോ?
ഒരു ക്ഷീണം പോലെ. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ? കാട്ടിലെ കാലം മാറുന്നറിയാൻ കലണ്ടർ നോക്കണം ആദിവാസിക്ക്, വേണ്ടല്ലോ. അതുപോലെ തന്നെയാ എനിക്ക് നിന്റെ മുഖത്തേക്ക് നിറം മാറ്റം. എന്താ ഇതുവരെ ഇല്ലാത്തൊരു നാണം? നല്ല ക്ഷീണമുണ്ടല്ലോ, പറവണേ. എനിക്കൊരു ക്ഷീണവുമില്ല. എന്നാലേ ലേശം കഞ്ഞി കുടിക്ക്. ആ നമുക്ക് രണ്ടാൾക്കും കൂടി നീരേറ്റിലൊന്ന് പോണം കരുമ. അപ്പാപ്പനെ ഒന്ന് കാണണം. പോലോ. ഇപ്പൊ എന്താ വിശേഷിച്ച്? നീ 3 ദിവസം മുമ്പല്ലേ പോയത്? വിശേഷമുണ്ട്. അതാ. എന്ത് വിശേഷം? അതിന് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇത് പെണ്ണുങ്ങൾ ആദ്യം അറിയണ വിശേഷ. അതെന്താ ഇപ്പോ? അക്കരെ കാട്ടിലെ വല്ല കാര്യമാണോ? മുത്തിയമ്മ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ എന്നെ കണ്ടപ്പോ ലക്ഷണം നോക്കി എന്നോടൊരു കാര്യം പറഞ്ഞു. അതെന്താ? മുത്തിയമ്മ എന്ത് ലക്ഷണം കണ്ടെന്നാ പറഞ്ഞേ? നേരത്തെ കരിമ ചോദിച്ചില്ലേ എനിക്കെന്താ ഒരു ക്ഷീണം പോലെയെന്ന്? അത് തന്നെയാ ലക്ഷണം. ഓ, എന്റെ മണ്ടൻ കാട്ടുമക്കാനെ, നീ ഒരു അച്ഛനാവാൻ പോകുന്നു. സത്യമാണോ ചിന്നു? മുത്തിയമ്മ ഉറപ്പിച്ച് പറയുന്നു. പിന്നെ എനിക്കും കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് സംശയം ഉണ്ടായിരുന്നു. മുത്തിയമ്മ പറഞ്ഞ അച്ചട്ടാ. അയ്യേ, നീ എന്താ കരയാ? സന്തോഷം കൊണ്ടാ പെണ്ണേ. കരിമനും ഒരു കുടുംബം ഉണ്ടാകാൻ പോണു. എന്നെ അച്ഛാന്ന് വിളിക്കാൻ നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോണു. നമ്മള് അനാഥരല്ലാണ്ടാവാൻ പോവാ.